പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിലെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എൻ്റെ പേര് സോളമൻ തോമസ് എന്നാണ്. കായംകുളത്തുണ്ട് ചേപ്പാട്ട് സ്ഥലത്ത് ഞാൻ താമസിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം, കുറേ നാളുകൾക്ക് മുമ്പേ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ എന്ന് പറഞ്ഞൊരച്ഛൻ, അദ്ദേഹത്തിൻ്റെ ഒരു കൺവെൻഷൻ മെസ്സേജിൽ പെന്റക്കോസ് വിശ്വാസികളെക്കുറിച്ച് വളരെ മോശമായി അധിക്ഷേപിച്ച് മാന്യമല്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് നടത്തിയ ഒരു പ്രസംഗം കേൾക്കുവാനിടയായി. കാരണം അദ്ദേഹം പറയുന്നൊരു കാര്യം, അദ്ദേഹം റാന്നിയിൽ നിന്നൊരു കൺവെൻഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് അദ്ദേഹം യാത്ര ചെയ്ത ബസ്സിൽ അദ്ദേഹത്തിൻ്റെ അടുക്കിലിരുന്ന ഒരു പെന്റക്കോസ് പാസ്റ്റർ യേശുവിൻ്റെ അമ്മ മറിയത്തെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയെന്നും അതിനെ വളരെ മോശമായ രീതിയിൽ ആ പാസ്റ്ററിനെ അധിക്ഷേപിച്ചുകൊണ്ടും, അത് മാത്രമല്ല പെന്റക്കോസ് സഭയെ മുഴുവനും ആക്ഷേപിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ അദ്ദേഹം ആ കാര്യങ്ങളെ സംസാരിക്കുവാനിടയായി. അതിൻ്റെ കാരണം, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് ആ പാസ്റ്റർ അച്ഛനോട് ചില ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് വ്യക്തമായിട്ട് വചനത്തിൽ നിന്നും ശാന്തമായൊരു മറുപടി കൊടുക്കുവാൻ അച്ഛന് കഴിയാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തമായിട്ട് ഒരു മറുപടി കൊടുക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു സഭ്യമല്ലാത്ത രീതിയിലുള്ളൊരു വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം അച്ഛനില്ലായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, യേശുവിൻ്റെ അമ്മ നിത്യ കന്യകയാണെന്നുള്ള വിഷയത്തിൽ തെളിയിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് തെളിയിക്കുവാൻ അവർക്ക് കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സഭ്യമല്ലാത്ത വാക്കുകളാണ് അതിന് അവർ മറുപടിയായിട്ട് സാധാരണ പറയുന്നത്. അച്ഛനെ ചോദിച്ചിട്ടില്ലേ 3-4 കാര്യങ്ങളെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞ പരാമർശത്തിൽ യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് അത് വിശുദ്ധ വേദപുസ്തക പ്രകാരം അത് ശരിയാണോ അല്ലയോ എന്ന് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ അല്പസമയം ചിലവഴിക്കുന്നത്. യേശുവിൻ്റെ അമ്മ മറ്റുള്ളവർ വിചാരിക്കുന്ന പോലെ പെന്തക്കോസ്തുകാരായ ആൾക്കാർ യേശുവിൻ്റെ അമ്മയെ ബഹുമാനിക്കാത്തവരോ യേശുവിൻ്റെ അമ്മയോട് സ്നേഹമില്ലാത്തവരോ ആയ ഒരു ഗ്രൂപ്പുകാരല്ല. യേശുവിൻ്റെ അമ്മയെ വളരെ സ്നേഹിക്കുകയും വളരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ഗ്രൂപ്പുകാരാണ് പെന്തക്കോസ്തുകാർ. പക്ഷേ ഞങ്ങൾ അവരെ ആരാധിക്കത്തില്ല. കാരണം ആരാധന അതിനർഹൻ ദൈവൻ മാത്രമാണ്. അവരോട് ഞങ്ങൾ പ്രാർത്ഥിക്കാറില്ല. കാരണം വേദപുസ്തകത്തിൽ അതിന് പ്രമാണമില്ല. അതിന് വിരുദ്ധമാണ് വേദപുസ്തകത്തിൽ പ്രമാണം. അതുകൊണ്ടാണ് അത് ചെയ്യാത്തത്. ഇന്ന് പണ്ട് അവരെ ബഹുമാനിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല. അതിനകത്ത് ഈ അച്ഛൻ പറഞ്ഞതിൽ ഒന്നാമത്തെ കാര്യം, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധ അമ്മ എന്ന പദമാണ് അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഞാൻ POC ബൈബിൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ POC ബൈബിളിൽ വെളിപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിലെ അവിടെയും വളരെ ക്ലിയറായിട്ട് വായിച്ചത് ഇങ്ങനെയാണ്: കർത്താവെ, ആർ നിൻ്റെ നാമത്തെ ഭയപ്പെടാതെ ഇരിക്കും. ദൈവം മാത്രമാണ് ഏക പരിശുദ്ധനെന്ന് വ്യക്തമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. ദൈവത്തിന് മാത്രമുള്ളൊരു സ്ഥാനമാണ് പരിശുദ്ധൻ എന്ന സ്ഥാനം. ആ പരിശുദ്ധൻ എന്ന സ്ഥാനം വേറെ ഒരു മനുഷ്യന് ദൈവം കൊടുക്കത്തില്ല. കാരണം ദൈവം പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മഹത്വം വേറെ ആർക്കും വിട്ടുകൊടുക്കത്തില്ല. മനുഷ്യർ പരിശുദ്ധന്മാർ ആകുവാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ അവർ കഴുകൽപ്പെട്ട്, യേശുവിൻ്റെ നാമത്തിൽ അവർ ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് വിശുദ്ധരായിത്തീരുവാൻ വചനം അനുവദിക്കുന്നുണ്ട്. അല്ല, ഒരു പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമാണ്. അതുകൊണ്ട് ആ പദം വേദപുസ്തക പ്രകാരം തെറ്റാണ്. അടുത്തതായി അദ്ദേഹം പറയുന്നത്, യേശുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, യേശു ഭൂമിയിൽ ജനിച്ചപ്പോൾ ആദ്യം കണ്ട മുഖം യേശുവിൻ്റെ അമ്മയുടെ മുഖമാണെന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുണ്ടെന്നും പറയുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞാൻ വായിച്ചു നോക്കിയിട്ട് 2-ാം അധ്യായത്തിലൊന്നും യേശുവിൻ്റെ അമ്മയുടെ മുഖമാണ് ആദ്യം കണ്ടതെന്ന് ഒരു വാക്യം പോലും അവിടെ കാണുന്നില്ല.
അന്നത്തെ സാഹചര്യത്തിൽ ഹോസ്പിറ്റലുകളില്ല, എന്നുള്ളതുപോലെ ഹോസ്പിറ്റലുകളില്ല. എന്നാൽ അന്ന് ഈ സാധാരണ പ്രസവം എടുക്കുന്നതൊക്കെ വേറെ അതിനു വേണ്ടി അറിയാവുന്ന ആൾക്കാർ സാധാരണ പ്രസവം എടുക്കാറുണ്ട്. അവരാണ് ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിനെ തുടച്ച് വൃത്തിയാക്കി ആ കുഞ്ഞിനെ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നത്. എന്നാൽ അന്നത്തെ സാഹചര്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ജനന സമയത്ത് സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. ഒരു സത്രം അവർക്ക് തുറന്നു കിട്ടിയില്ല. യേശു ജനിച്ചത് വേദപഠിതാക്കളുടെ അഭിപ്രായ പ്രകാരം ഒന്നുമില്ല, ഏതെങ്കിലും ഗുഹയിലോ അല്ലെങ്കിൽ വഴിസൈഡിലോ എവിടെയോ ആകാം പ്രസവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം ആ യേശുവിനെ കാലിത്തൊഴുത്തിൽ കൊണ്ട് കിടത്തിയത് ആവാമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ യേശുക്രിസ്തു ജനിച്ച സമയത്ത് യേശുക്രിസ്തുവിൻ്റെ അമ്മയെ യേശുക്രിസ്തുവിൻ്റെ അമ്മ യേശുവിനെ പ്രസവിച്ച സമയത്ത് ആ പ്രസവം എടുക്കുവാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നത് വേറെ ആരും വന്ന് കാണത്തില്ല. നിശ്ചയമായിട്ടും മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫ് തന്നെ ആയിരിക്കണം അതിന് സഹായമായിട്ട് നിന്നതും എല്ലാം ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ യേശുവിൻ്റെ അമ്മയെ കണ്ടതിനേക്കാൾ ഉപരി യേശുവിൻ്റെ അപ്പനെ ആയിരിക്കും ആദ്യം കണ്ടതെന്ന് വിചാരിക്കുന്നത് തെറ്റില്ല. ഇനി ആരെ കണ്ടാലും വേദപുസ്തകത്തിൽ അപ്പനെയാണോ അമ്മയാണോ എന്ന് തെളിവില്ല. പിന്നെ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്ന സമയത്ത് അവസാനമായിട്ട് കണ്ട മുഖവും യേശുവെ തൻ്റെ അമ്മയാണെന്ന് അച്ഛൻ പറയുന്നുണ്ട്. വേദപുസ്തകത്തിൽ അതിന് ഒരു തെളിവും കാണുന്നില്ല. പിന്നെ അദ്ദേഹം പറഞ്ഞത് മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റ ശേഷം സഭയെ നയിച്ചത് യേശുവിൻ്റെ അമ്മയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൽ അതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം മുഴുവൻ പഠിച്ചു നോക്കിയാൽ അങ്ങനൊരു പരാമർശം അവിടെ കാണുന്നേയില്ല. എന്നാൽ നേരെ മറിച്ച് അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തെ മനസ്സിരുത്തി ഒന്ന് പഠിച്ചാൽ, ഒന്ന് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, യേശു ഭൂമിയിൽ നിന്നും സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരോട് യേശു ഇങ്ങനെ പറഞ്ഞിരുന്നു: നിങ്ങൾ യെരൂശലേം വിട്ടു വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി യെരൂശലേമിൽ തന്നെ കാത്തിരിക്കണം. അവർ ആ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവാൻ വേണ്ടിയിട്ട് യെരൂശലേമിൽ തന്നെ യെരൂശലേമിൽ തന്നെ മാളികമ്പുറമിരുന്ന് പ്രാർത്ഥിച്ചെന്നാണ് വേദപുസ്തകം പറയുന്നത്. ആ പ്രാർത്ഥിച്ചതിൻ്റെ കൂട്ടത്തിൽ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തു പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ കൂട്ടത്തിൽ യേശുക്രിസ്തുവിൻ്റെ അമ്മയും വേറെ പല സ്ത്രീകളും, അങ്ങനെ യേശുവിൻ്റെ സഹോദരന്മാരെല്ലാവരും, അങ്ങനെ ഏകദേശം 120 പേരോളം അവർ കാത്തിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് വേദപുസ്തകം പറയുന്നുണ്ട്. അവർ യേശുവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി എല്ലാവരും, യേശുവിൻ്റെ അമ്മയും മറ്റുള്ള എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു എന്നല്ലാതെ യേശുവിൻ്റെ അമ്മ അവിടെ ലീഡ് ചെയ്തതാട്ടോ അവരെ നയിച്ചതാട്ടോ ഒരു വാക്യം പോലും ഇല്ല. നേരെ മറിച്ച് അതിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചു നോക്കുമ്പോൾ പത്രോസാണ് അവിടെ ആദ്യം എഴുന്നേറ്റ് നിന്നുകൊണ്ട് യൂദാസ് ഇട്ടേച്ചു പോയ സ്ഥലത്തേക്ക് വേണ്ടി വേറൊരാളെ നിയമിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രബോധനം പറയുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാനായിട്ട് അതിൻ്റെ ചുമതല വഹിച്ചത് പത്രോസാണ്. കുറച്ചുകൂടെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവ് തൻ്റെ സഭയെ ആദ്യമായിട്ട് തൻ്റെ സഭയെ പണിയാൻ ഉപയോഗിച്ചത് പത്രോസിൽ കൂടെയാണ്. കുറച്ചുകൂടെ കഴിയുമ്പോൾ യെരൂശലേമിലെ സഭയുടെ അധ്യക്ഷനായിട്ടിരുന്നത് യാക്കോബാണെന്ന് വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരിടത്തു പോലും യേശുവിൻ്റെ അമ്മ സഭയുടെ അധ്യക്ഷസ്ഥാനം വഹിച്ചെന്നോ ശിഷ്യന്മാരെ നയിച്ചെന്നോ അല്ലെ സഭയുടെ ചുക്കാൻ പിടിച്ചെന്നോ ഒരു വാക്യം പോലും, ഒരു തെളിവ് പോലും വേദപുസ്തകത്തിൽ എങ്ങും കാണാൻ കഴിയുന്നില്ല. ആ വേദപുസ്തകം നമ്മൾ മുഴുവൻ പഠിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും എന്നും ദൈവത്തിൻ്റെ സഭയെ നടത്തുന്നത്, പരിപാലിക്കുന്നത് പരിശുദ്ധ ആത്മാവാണ് സഭയെ ഇന്ന് വരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് വിരുദ്ധമായിട്ട് യേശുവിൻ്റെ അമ്മ സഭയെ നയിച്ചു എന്ന് പറയുന്നത് വേദവചനത്തിന് വിരുദ്ധമാണ്. ഒരിക്കലും അതിന് കഴിയത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ അധ്യായം കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ യേശുക്രിസ്തുവിൻ്റെ അമ്മയെക്കുറിച്ച് പിന്നൊന്നും എഴുതിയിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിച്ചെന്ന് നല്ലതായിരിക്കും. അപ്പോൾ മൂന്നാമത് അദ്ദേഹം പറഞ്ഞു സഭയെ നയിച്ചത് യേശുവിൻ്റെ അമ്മയാണെന്നുള്ളത്
ദൈവവചനത്തിന് വിരുദ്ധമായൊരു വാക്യമാണ്. ഒരു വാക്യം പോലും ഇല്ലാത്തൊരു കാര്യമാണത്. നാലാമത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. പെന്തക്കോസ്തുകാരെ കുറിച്ച് കുറ്റം പറയുമ്പോൾ പറയുന്നുണ്ട്, പെന്തക്കോസ്തുകാർ പല വീടുകളിൽ കയറി ഇറങ്ങി അനേകരെ ഭിന്നിപ്പിക്കുന്ന, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അവർക്കുള്ളത്. ഭർത്താവില്ലാത്ത വീട്ടിൽ ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരെ സഭയിൽ ചേർത്തിട്ട് ഭർത്താവുമായിട്ട് ഭിന്നിപ്പിക്കുക. ചില വീട്ടിൽ ഭാര്യമാരെ ഭർത്താവിനെതിരെ തിരിക്കുക. ഇങ്ങനെ അവരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന ഒരു സ്വഭാവം പെന്തക്കോസ്തുകാരുടെ ഇടയിലുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആ അച്ഛന് വേദവസം ശരിക്കും അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. ഈ ഭിന്നിപ്പേര് പെന്തക്കോസ്തുകാരിൽ നിന്ന് വന്നതല്ല. യേശു തന്നെ പറഞ്ഞ വാക്യങ്ങൾ അച്ഛൻ ദയവായിട്ട് ഇതൊന്ന് വായിച്ച് നോക്കിയാൽ നല്ലതായിരുന്നു. അങ്ങനെ ഒന്ന് വായിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു അബദ്ധം പറയേണ്ടി വരത്തില്ലായിരുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങളും, മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായം 34 മുതൽ 37 വരെയുള്ള വാക്യങ്ങളും ഒന്ന് വായിച്ചാൽ നല്ലതായിരുന്നു. നിങ്ങളുടെ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ ആ വാക്യം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 49 മുതൽ 53 വരെയുള്ള വാക്യങ്ങൾ. യേശു പറഞ്ഞ കാര്യങ്ങളാണ്. ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു, എന്നല്ലാതെ ഞാൻ മറ്റെന്ത് ഇച്ഛിക്കേണ്ടു? എങ്കിലും എനിക്കൊരു സ്നാനമേൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, ഛിദ്രം വരുത്തുവാൻ അത്രേ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇനിമേൽ ഒരു വീട്ടിൽ 20 മൂവരും 20 ഇങ്ങനെ 5 പേർ തമ്മിൽ ഛിദ്രിച്ചിരിക്കും. അപ്പൻ മകനോടും മകൻ അപ്പനോടും അമ്മ മകളോടും മകൾ അമ്മയോടും അമ്മായിയമ്മ മരുമകളോടും മരുമകൾ അമ്മാവിയമ്മയോടും ഛിദ്രിച്ചിരിക്കും. ഈ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി, ദൈവവചനത്തെ പ്രതി, ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിനെ ശരിയായ രീതിയിൽ അനുഗമിക്കുന്നതിന് വേണ്ടി ഭിന്നതയും ഛിദ്രവും ഉണ്ടാകും എന്നാണ് വേദോസത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ വാക്യങ്ങളും മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലെ വാക്യങ്ങൾ വായിച്ചു നോക്കുമ്പോൾ അത് ദൈവവചനത്തെ പ്രതി, ദൈവരാജ്യത്തെ പ്രതിയാണ് അത് സംഭവിക്കുന്നത്. എന്നാൽ ഒരിക്കലും പെന്തക്കോസ്ത് അല്ലാത്തൊരു കാര്യത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവരല്ല. തകർന്ന് അടിഞ്ഞുപോയ ആയിരക്കണക്കിന് കുടുംബങ്ങളെ പണിയുവാനും സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുത്തുവാനും എന്നും ദൈവം പെന്തക്കോസ്ത് ദൈവദാസന്മാരെ, ദൈവമക്കളെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലാതെ പെന്തക്കോസ്തുകാർ അല്ലാതുള്ള ഛിദ്രം വരുത്തുന്ന ഒരു വ്യക്തി അല്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞ കാര്യത്തിൽ ഛിദ്രം വരുത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വചനപ്രകാരം നോക്കിയാൽ ഇത് യേശുക്രിസ്തുവാണ് ആദ്യം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് വചനം അച്ഛൻ ശരിക്കൊന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. അടുത്തത് അച്ഛൻ പറഞ്ഞേക്കുന്നത് കാര്യമാണ്. പെന്തക്കോസ്തുകാർ പറയുന്ന മറിയത്തിന് വേറെ മക്കളുണ്ട്. മറിയം നിത്യമായ കന്യക അല്ല, മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു എന്ന് പെന്തക്കോസ്തുകാർ പറയുന്നു. പ്രിയ അച്ഛ, ഇത് പെന്തക്കോസ്തുകാരുടെ വാക്കല്ല. വേദപുസ്തകം പഠിക്കുന്ന ഏതൊരാൾക്കും ഇത് മനസ്സിലാകും. അതിന് വലിയ ജ്ഞാനമോ അറിവോ പാണ്ഡിത്യമോ ഒന്നും വേണ്ട. മലയാളം മാത്രം അറിയാവുന്നൊരു വ്യക്തിക്ക് വേദപുസ്തകം മനസ്സിരുത്തി ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ അത് ഗ്രഹിക്കാവുന്ന കാര്യമുള്ളൂ. 3 സാഹചര്യങ്ങളിലാണ് യേശുക്രിസ്തു ജനിച്ചതിന് ശേഷം വേറെ മക്കളുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്നത്. ഒന്നാമത്തെ സാഹചര്യം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാമത്തെ അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ 24, 25 ഞാൻ വായിക്കുന്നു. ജോസഫ് ഉറക്കമുണർന്നു, കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. ഭാര്യയെ ചേർത്തുകൊണ്ട് മകനെ പ്രസവിക്കും വരെ അവൻ അവളെ പരിഗ്രഹിച്ചില്ല. മകന് അവൻ യേശു എന്ന് പേര് വിളിച്ചു. ഈ വാക്ക് ശ്രദ്ധിച്ചോ? മകനെ, അതായത് യേശുവിനെ പ്രസവിക്കുന്നിടം വരെയും ജോസഫ് മറിയയെ പരിഗ്രഹിച്ചില്ല. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? യേശു ജനിക്കുന്ന സമയം വരെയും അവർ തമ്മിൽ ശാരീരികമായിട്ട് ബന്ധമില്ലായിരുന്നത് ഇത് വായിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്നൊരു വാക്യമാണിത്.
എന്നാൽ ഈ വാക്യം ഇത് കാണാതെ വേറെ പാരമ്പര്യമായിട്ടുള്ള ഏതോ വിശ്വാസം വെച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരുദ്ധമായി വെച്ചുകൊണ്ട് പറയുന്നത് ദൈവവചനത്തിന് നിരക്കാത്ത കാര്യമാണ്, ദൈവവചന സത്യത്തെ വളച്ചൊടിക്കുന്ന കാര്യമാണ്. മറ്റുള്ള ഇതര ഇംഗ്ലീഷ് ബൈബിൾ ട്രാൻസ്ലേഷനിൽ വായിച്ചു നോക്കിയാൽ ഈ വാക്യത്തിൻ്റെ അർത്ഥം വളരെ ക്ലിയറാണ്. ഈ വാക്യപ്രകാരം അതിനുശേഷം യേശു ജനിച്ചതിന് ശേഷം അവർ സാധാരണ രീതിയിലൊരു കുടുംബജീവിതം നയിച്ചു എന്ന് തന്നെയാണ് ഈ വാക്യത്തിൽ വായിക്കുന്ന ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 2:6-7 ഇങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം 7 ഞാൻ വായിക്കുന്നു. അവർ അവിടെ ഇരിക്കുമ്പോൾ അവൾക്ക് പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. ആ വാക്ക് ശ്രദ്ധിച്ചോ? അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു. എന്താണ് ആദ്യജാതനായ മകൻ എന്ന വാക്കിൻ്റെ അർത്ഥം? ആ വാക്കിൻ്റെ അർത്ഥം ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മകൻ. യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് 4 സുവിശേഷങ്ങൾ എഴുതപ്പെട്ടത്. ആ സുവിശേഷം എഴുതുമ്പോൾ യേശുക്രിസ്തു മാത്രമേ ഉള്ളായിരുന്നു മറിയയ്ക്കും മകനായിട്ടെങ്കിൽ അവിടെ ഇങ്ങനെയാണ് എഴുതേണ്ടത്: ഏകജാതനായ മകനെ പ്രസവിച്ചെന്ന്. കാരണം ബൈബിളിൽ ഏകജാതൻ ഒറ്റ മകനുള്ള പലരെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ജൈറോസിൻ്റെ ഏകജാതിയായ മകൾ, വിധവയുടെ ഏകജാതനായ മകൻ. എന്നാൽ യേശുക്രിസ്തുവിന് മറിയത്തിൻ്റെ മകനായിട്ട് യേശുക്രിസ്തുവിന് എഴുതുമ്പോൾ ആദ്യജാതൻ എന്ന് എഴുതുന്നത്. ഏകജാതനല്ല, ആദ്യജാതൻ. അല്ലെന്നുണ്ടെങ്കിൽ ബൈബിൾ തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ എന്നാൽ ഏകജാതൻ എന്നുള്ളതിന് ഗ്രീക്കിൽ അതിന് കൊടുത്തിരിക്കുന്നത് മോണോഗനസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഏകജാതൻ ആ പദമല്ല ഇവിടെ യേശുക്രിസ്തുവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേറെ പല പിതാവായ ദൈവത്തിനോടുള്ള ബന്ധത്തിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്, പിതാവിനും പുത്രനുമായിട്ടുള്ള ബന്ധത്തിൽ. എന്നാൽ മറിയത്തിനോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം പ്രോട്ടോട്ടോക്കോസ് എന്ന ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ആദ്യത്തെ മകൻ എന്നാണ്. അപ്പോൾ ഈ വാക്യത്തിലും ഈ വചനപ്രകാരം കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യേശുക്രിസ്തു മറിയത്തിൻ്റെ ഏകജാതനല്ലായിരുന്നു, ആദ്യജാതനായ മകനായിരുന്നു. മൂന്നാമതായി യേശുക്രിസ്തുവിന് വേറെ സ്വന്തം സഹോദരന്മാരുണ്ടെന്നുള്ള തെളിവ് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാമത്തെ അധ്യായം അതിൻ്റെ 53 മുതൽ അതിൻ്റെ 56 വരെയുള്ള വാക്യങ്ങളും ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിലൊക്കെ കാണുന്ന കാര്യമാണ്. അതിലെ മത്തായിയുടെ സുവിശേഷം 13-ാമത്തെ അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ടു തൻ്റെ പിതൃനഗരത്തിൽ വന്നു. അവരുടെ പള്ളിയിൽ അവർക്ക് ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു. ഇവനു ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവൾ അല്ലയോ? ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ഷിമോൻ, യൂദ എന്നവർ അല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മളോട് കൂടെ ഇല്ലയോ? ഇവന് ഇതൊക്കെയും എവിടെ നിന്നു എന്ന് പറഞ്ഞു അവങ്കൽ ഇടറിപ്പോയി. ഇവിടെ എഴുതിയേക്കുന്ന കാര്യം ഇത് വായിച്ചു നോക്കിയാൽ ഏതൊരു സിമ്പിളായി വായിക്കുന്ന മനുഷ്യനും മനസ്സിലാകും. യേശു ചെയ്ത അത്ഭുതങ്ങൾ പ്രവൃത്തികൾ കണ്ടിട്ട്, യേശുവിൻ്റെ ഉപദേശം കേട്ടിട്ട് കേൾവിക്കാർ വിസ്മയിച്ചു. കാരണം അവിടെ എഴുതിയിരിക്കുന്ന പദം വെച്ച് അവൻ്റെ അപ്പനെ നമുക്കറിയാം, അമ്മയെ അറിയാം, അവൻ്റെ സഹോദരങ്ങളെ അറിയാം. അപ്പോൾ അത് ഇവൻ്റെ ആ കുടുംബത്തിലുള്ള എല്ലാവരെയും അറിയാം. ആ വീട്ടിൽ തന്നെ ആ ഒറ്റ കുടുംബത്തിലുള്ള സഹോദരങ്ങളുടെയോ സഹോദരിമാരുടെയോ കുടുംബത്തിലല്ല, ഏതെങ്കിലും സഹോദരൻ്റെയോ സഹോദരിയോ കുടുംബത്തിലായിരുന്നുണ്ടെങ്കിൽ വ്യത്യാസം വരും. എന്നാൽ ഈ സ്വന്തം ബാക്കിയുള്ളവരില്ല, അപ്പനും അമ്മയും അവർക്കറിയാം, സഹോദരങ്ങളും അറിയാം. പക്ഷേ എവന് മാത്രം ഇത് എവിടെ നിന്ന് കിട്ടി? ജ്ഞാനം കിട്ടി. അല്ലാതെ സഹോദരങ്ങളുടെയോ അല്ലെങ്കിൽ മറിയത്തിൻ്റെ ബന്ധുക്കളുടെയോ ആരുടെയും മക്കളല്ല ഇവർ എഴുതിയേക്കുന്നത്. പല സ്ഥലങ്ങളിൽ വായിച്ചു നോക്കുമ്പോൾ ഇത് തന്നെ എഴുതിയേക്കുന്നത്.
ഇനി അച്ഛൻ ഉപയോഗിച്ചിരിക്കുന്ന വേറെ പദമുണ്ട്, അത് സഹോദരന്മാരുടെ അല്ലെങ്കിൽ മറിയത്തിൻ്റെ ബന്ധുക്കാരുടെ മക്കളാണെന്ന്. അതുകൂടെ നമുക്കൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ടെന്ന്. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞാൻ വായിക്കുന്നു. സ്ത്രീകളും ദൂരത്ത് നിന്നും നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും ശലോമയും ഉണ്ടായിരുന്നു. അവർ ഗലീലയിലിരിക്കുമ്പോൾ അവർ അവനെ അനുഗമിച്ചും ശുശ്രൂഷിച്ചും പോന്നു. അപ്പോൾ ഇവിടെ അച്ഛൻ ഈ പറഞ്ഞ വാക്ക് അച്ഛനെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഈ വാക്ക് വായിച്ചിരുന്നെങ്കിൽ അബദ്ധം പറ്റത്തില്ല എന്ന്. ഇതേ കാര്യം അച്ഛനോട് തിരിച്ച് ഞാൻ പറയട്ടെ. ഈ വാക്ക് ശരിക്കൊന്ന് വായിച്ചെങ്കിൽ അച്ഛൻ ഇങ്ങനെ മണ്ടത്തരം വിളിച്ച് പറയത്തില്ലായിരുന്നു. 40 ഇങ്ങനെ എഴുതിയേക്കുന്നത്, സ്ത്രീകളും ദൂരത്തു നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. അവരിൽ മഗ്ദലക്കാരത്തി മറിയയും ചെറിയ യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയയും. അവിടെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്ന പദം അച്ഛനൊന്ന് വായിച്ച് ശ്രദ്ധിക്കണമേ. ചെറിയ യാക്കോബ്. കാരണം ബൈബിളിൽ മറ്റിടത്തെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന യേശുവിൻ്റെ സഹോദരൻ യാക്കോബ് 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 എന്നെല്ലായിടത്തും എഴുതിയേക്കുന്നത്. എന്നാൽ ഇവിടെ ആ യാക്കോബ് അല്ല, വേറൊരു യാക്കോബ്, ചെറിയ യാക്കോബിൻ്റെയും ജോസയുടെയും അമ്മ മറിയയും. അപ്പോൾ ഇത് വേറൊരു മറിയ. അപ്പോൾ ഈ മക്കൾ യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയത്തിൻ്റെ മക്കളായിട്ടുള്ളതല്ല ഇവിടെ എഴുതിയേക്കുന്നത്. അതിൽ മറ്റേ നേരത്തെ എഴുതിയിരിക്കുന്നത് ഒരേ കുടുംബത്തിൽപ്പെട്ടത്. ഇതും അതുമായിട്ട് ഒരു പേര് വന്നെന്നും പറഞ്ഞുകൊണ്ട് യോജിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എവിടെയും മറിയെന്നാണല്ലോ പേര് വന്നേക്കുന്നത്. ഇത് വെച്ചുകൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാക്കോബിൻ്റെ യോസയുടെ അമ്മ മറിയെന്ന് ഇത് യേശുവിൻ്റെ അമ്മയാണെന്ന് പറയേണ്ടി വരത്തില്ല ചിലപ്പോൾ. അല്ല, വചനത്തെ വളച്ചൊടിക്കാതെ ശരിയായ രീതിയിൽ വചനം പഠിച്ചാൽ മനസ്സിലാക്കിയാൽ അച്ഛന് തെറ്റുപറ്റത്തില്ല. എന്നാൽ ഈ കത്തോലിക്കർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കത്തോലിക്കർ, ഞാൻ 21 വർഷം വരെയും കത്തോലിക്കലായിരുന്നു. അന്ന് എനിക്കും വ്യക്തമായിട്ടറിയാം, ബൈബിൾ വായിക്കുന്ന സ്വഭാവം അവർക്കില്ല. ബൈബിളിൻ്റെ ഉപയോഗം റേഷൻ കാർഡ് വെക്കാനും അങ്ങനെ ഏതെങ്കിലും രസീത് കൊണ്ട് വെക്കാനുമൊക്കെ. പിന്നെ ഏതെങ്കിലും സമയത്ത് ധ്യാന ഗുരുക്കളോ കൺവെൻഷനിൽ അച്ഛന്മാരെ പ്രസംഗിക്കുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് അതാണ് ശരി, അതിനപ്പുറം വേറൊന്നില്ല എന്ന് തറപ്പിച്ചുകൊണ്ട് അതങ്ങ് അന്ധമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്വഭാവമാണ് കത്തോലിക്കർക്കുള്ളത്. ഞാനും എൻ്റെ കുടുംബത്തിലുള്ളവരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ഒരു കാലഘട്ടം വരെയും. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ വചനമാകുന്ന ബൈബിൾ ആദ്യോടന്തം പല പ്രാവശ്യം വായിക്കുവാൻ ദൈവം എനിക്ക് കൃപ നൽകി. അങ്ങനെ ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിലെ പല സത്യങ്ങളും വ്യക്തമായി ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതിൻ്റെ ഫലമായി ഈ അബദ്ധത്തിൽ നിന്നും, ഇങ്ങനെയുള്ള അബദ്ധ പ്രഭാഷകരുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യത്തിലേക്ക് വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പല പ്രഭാഷണങ്ങൾ കേൾക്കും. അച്ഛന്മാർ പ്രസംഗിക്കുന്നവരുണ്ട്, തിരുമേനിമാർ പ്രസംഗിക്കുന്നവരുണ്ട്, പാസ്റ്റർമാർ പ്രസംഗിക്കുന്നവരുണ്ട്, ബ്രദർമാരുണ്ട്. എന്നാൽ ഇവരിൽ ആര് പറയുന്നതാണ് ശരി, ഇതേതാണ് സത്യമെങ്ങനെ നിങ്ങളെങ്ങനെ തിരിച്ചറിയും? പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മലയാളം വായിക്കുവാൻ അറിയാവുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ കളിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മലയാളം ബൈബിൾ ഉണ്ടല്ലോ, ആ ബൈബിൾ തുറന്ന് ഓപ്പൺ മനസ്സോടുകൂടി ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ചിട്ട്, ഇതിലെ സത്യങ്ങൾ എന്നെ ഒന്ന് ഗ്രഹിപ്പിക്കണമേ ദൈവമേ, സത്യം ഗ്രഹിക്കാൻ എൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന നിങ്ങളുടെ സ്വന്തം ഭാഷയിലിരിക്കുന്ന ബൈബിൾ നിങ്ങൾ തുറന്ന് വായിച്ചാൽ ഇതാര് പറയുന്ന സത്യമെന്ന് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാകും. അതിന് വലിയ പാണ്ഡിത്യമോ അറിവോ PhD ഒന്നും ആവശ്യമില്ല. മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന അച്ഛൻ കൊടുത്തിരിക്കുന്ന ന്യായങ്ങളൊന്നും വേദപുസ്തക പ്രകാരം വ്യക്തമായി മറുപടി കൊടുക്കുവാൻ കഴിയാത്തതുകൊണ്ട് മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ, അല്ലെ അവഹേളന രീതിയിൽ ഒരു വ്യക്തിയെ താറടിച്ചല്ല സംസാരിക്കേണ്ടത്. മറുപടി കൊടുക്കാൻ കഴിയത്തില്ല, എനിക്ക് അറിയത്തില്ലെന്ന് പറയുക. അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ള ദൈവവചന പ്രകാരം മറുപടി കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ അവർ കഴിയത്തില്ല. കാരണം ഈ പറയുന്ന മുഴുവൻ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തില്ല, ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയിലല്ല. ഓർക്കണമേ, അപ്പം ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കേൾവിക്കാരോട് ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു. നിങ്ങൾ കേട്ട് ചിരിച്ച് തള്ളി അങ്ങ് പോകരുത്.
വേദവസം തന്നെ പൗലോസ് ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. തീമോഥെയോസിന് എഴുതുമ്പോൾ പറയുന്നുണ്ട്, അന്ത്യ സമയമാകുമ്പോൾ ആൾക്കാർ പത്യവചനം, ശക്തമായ ദൈവത്തിൻ്റെ ഒറിജിനൽ വചനം കേൾക്കാൻ ഇഷ്ടപ്പെടത്തില്ല, മറിച്ച് കർണരസമാകുന്ന പ്രസംഗങ്ങൾ കേൾക്കാൻ അവരിഷ്ടപ്പെടും എന്ന് വ്യക്തമായ ആത്മാവ് ദൂത് പറയുന്നു കൊണ്ട് പൗലോസ് എഴുതിയിട്ടുണ്ട്. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അച്ഛൻ പ്രസംഗിക്കുമ്പോൾ കൈയടിക്കും, ഭയങ്കര സന്തോഷമാണ്. കാരണം നിങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന, നിങ്ങളെ ചിരിപ്പിക്കുന്ന, നിങ്ങൾക്ക് സുഖം തരുന്ന പല കാര്യങ്ങളും പറയും. എന്നാൽ സത്യമായ ദൈവത്തിൻ്റെ വചനമാണോ അദ്ദേഹം പ്രസംഗിക്കുന്നത്? അദ്ദേഹം പ്രസംഗിക്കുന്നത് നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണോ അതോ നിങ്ങളുടെ കയ്യടി കിട്ടാൻ വേണ്ടിയാണോ? യേശുക്രിസ്തു ഒരിക്കൽ പോലും ആൾക്കാരുടെ കയ്യടി കിട്ടാനോ ആൾക്കാരെ സുഖിപ്പിക്കുവാനോ ആൾക്കാരുടെ വികാരത്തെ ഇളക്കിക്കൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനോ പ്രസംഗിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ വചനം സത്യമായിട്ട് ശക്തമായിട്ടും പ്രസംഗിക്കുകയായിരുന്നു യേശു ചെയ്തത്. അതുകൊണ്ട് വേദപുസ്തകപ്രകാരം ഒരു വാക്യം കൂടി ഇങ്ങനെ പറയുന്നുണ്ട്, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കുവാൻ ശ്രമിക്കാം. അതുകൊണ്ട് പ്രിയ അച്ഛനോട് ദൈവനാമത്തിൽ ഞാൻ ഓർപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇനിയേലും പ്രസംഗിക്കുമ്പോൾ അല്പമേലും ദൈവവചനത്തിനോട് കൂറു പുലർത്തിക്കൊണ്ട് വചനത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നിർത്തിക്കൊണ്ട് ഒന്ന് വചനം പഠിക്കുക. വചനം ശരിക്കും പഠിച്ചിട്ട് അബദ്ധങ്ങൾ വിളിച്ചു പറയാതെ, സത്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നവരെ അവഹേളിക്കാതെ വ്യക്തമായി വചനപ്രകാരം മറുപടി കൊടുക്കുക. പിന്നെ കേൾക്കുന്ന നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. സത്യം തിരിച്ചറിയുവാൻ ദൈവം നിങ്ങളുടെ കണ്ണ് തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ ഞാൻ ഈ വാക്ക് ചുരുക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.